ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവൻ്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ പഴയ നിയമ അധ്യായത്തിൽ യോശുവ എന്ന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വഹിക്കണം. അതായത് ഈ വാക്യത്തിൽ ദൈവം നേരിട്ട് യോശുവയോട് പറയുന്നതായ രീതിയിലാണ് ഈ പുസ്തകം. യോശുവയ്ക്ക് മുൻപായിട്ട് ഇസ്രായേൽ മക്കളെ നടത്തിക്കൊണ്ടുവന്നതായ മോശ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് വന്നുകൊണ്ടിരുന്നതായ മോശ മരിച്ചുപോയി. മോശയുടെ മരണശേഷം മോശയുടെ അനുയായിയായ മോശയുടെ കൂടെ ഉണ്ടായിരുന്നതായ യോശുവ ആ ജനങ്ങളെ നയിക്കുവാൻ ലീഡറായിട്ടിരിക്കുമ്പോൾ ദൈവം യോശുവയോട് പറയുന്നതായ ഭാഗമാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ആ യോശുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ദൈവം യോശുവയോട് പറയുന്നതാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന് ദൈവം അരുളി ചെയ്തതായ ദേശം കൈവശമാക്കി ഇസ്രായേൽ ജനത്തിന് വീതിച്ചു കൊടുക്കണം. മോശയോടുകൂടി ദൈവം എങ്ങനെയൊക്കെ കൂടെ ഇരുന്നുവോ അതേപോലെ തന്നെ യോശുവയോടും കൂടെ ഇരിക്കും എന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്നും ദൈവം പറയുന്നതായിട്ട് യോശുവയോട് പറയുന്ന വാക്യമാണ് ഇത്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അതായത് ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞതായ രാജ്യം, ആ രാജ്യങ്ങൾ, ആ സ്ഥലങ്ങൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നു. അത് ഉറപ്പും ധൈര്യത്തോടും കൂടി ദൈവത്തിൽ വിശ്വസിച്ച് മുന്നേറുമ്പോൾ ദൈവം അത് കൊടുക്കും എന്നാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. യോശുവയ്ക്ക് മുൻപുള്ളതായ ലീഡർ, ഇസ്രായേൽ മക്കളെ വഴി നടത്തിക്കൊണ്ടുവന്നതായ ലീഡർ മോസസാണ്. മോസസ് 120 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അതിനുശേഷം മോശയുടെ മരണത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മോശ യെരിഹോവിന് എതിരെയുള്ള നെബോ പർവ്വതത്തിൽ മോശ കയറി. ദൈവം മോശയെ വിളിച്ചു. നെബോ പർവ്വതത്തിൽ അതിൻ്റെ കൊടിമുടിയിലേക്ക്, പിസ്ക എന്ന കൊടിമുടിയിലേക്ക് കയറി. ആവർത്തനം 34-ന്റെ 4-ാം വാക്യമാണ് നാം മനസ്സിലായത്. ഈ 4-ാം വാക്യം ദൈവം ആ പിസ്ക കൊടുമുടിയിൽ മോശയെ വിളിച്ചു നിർത്തിയിട്ട് ഈ കനാൻ ദേശത്തേക്ക് കാണിച്ചു. നീ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കേണ്ടതിന്, നീ വഴി നടത്തിക്കൊണ്ടുവന്നതായ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതിന് ഉള്ള കനാൻ ദേശത്തെ കാണിച്ചു. എന്നാൽ മോശയ്ക്ക് അവിടത്തേക്ക് കനാൻ ദേശത്തേക്ക് പോകാൻ പറ്റിയില്ല. ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശം ഇതാണ്, പക്ഷേ അതിൻ്റെ കൂടെ മോശയ്ക്ക് പോകാൻ പറ്റിയില്ല. അതിനു മുൻപ് തന്നെ മോശ ആ പർവ്വതത്തിൽ 5-ാം വാക്യത്തിൽ വെച്ച് അതിൻ്റെ ആവർത്തന പുസ്തകം 34-ാം വാക്യത്തിൽ വെച്ച് ആവർത്തന പുസ്തകം 34-ന്റെ 5-ാം വാക്യത്തിൽ മോശ മരിച്ചതായിട്ട് പറയുന്നു. മോശയെ അടക്കിയത് ദൈവം തന്നെയാണെന്നും നമുക്കത് ഇവിടെ മനസ്സിലാക്കാം. ദൈവം തന്നെയാണ് മോശയുടെ ജഡത്തെ
സംസ്കരിച്ചത് എന്നും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മോശയുടെ മരണശേഷം യോശുവ എന്ന സെക്കൻഡ് ലീഡർ, അതായത് മോശയ്ക്ക് ശേഷം ഉള്ള മോശയുടെ അനുഗാമിയായ ജോഷുവ ജനങ്ങളെ നയിക്കുവാൻ വേണ്ടി ഏറ്റെടുത്തു. നമുക്കറിയാവുന്നതുപോലെ കനാൻ ദേശത്തേക്ക് അബ്രഹാം എന്ന വ്യക്തി കനാൻ ദേശത്ത് കൽദയരുടെ ഊരിൽ നിന്നും ദൈവം വിളിച്ചിട്ട്, അതായത് കൽദയരുടെ ഊരിൽ ആൾക്കാർ വളരെ വിഷമം പിടിപ്പിക്കുന്നതായ ആൾക്കാരാണ് അബ്രഹാമിൻ്റെ റിലേഷനിൽപ്പെട്ടവർ. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കനാൻ ദേശം കൊടുക്കും, അവിടത്തേക്ക് ദൈവം വഴി നടത്തും എന്ന് പറഞ്ഞ് അബ്രഹാമിനെ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി. കനാൻ ദേശത്ത് ആയിരിക്കുമ്പോൾ അങ്ങനെ അബ്രഹാം പോയി, ഇസഹാക്ക് പോയി. അങ്ങനെ യാക്കോബ് വയസ്സ് ചെല്ലുമ്പോൾ യാക്കോബിൻ്റെ മക്കൾ ജോസഫ് എന്ന പുത്രൻ നേരത്തെ തന്നെ മിസ്രൈമിൽ, ഈജിപ്തിൽ പോകേണ്ടി വന്നു. അങ്ങനെ പോയി അവിടുത്തെ രാജാവിൻ്റെ അനുഗ്രഹപ്രകാരം രാജസന്നിധിയിൽ സെക്രട്ടറിയായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. അവിടുത്തെ ഒരു മന്ത്രിയുമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കനാൻ ദേശത്ത് പട്ടിണി ഉണ്ടാകുന്നത്. അതായത് മഴ പെയ്യാതെ ധാന്യമില്ലാതെ വന്നപ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാർ, മൂത്ത സഹോദരങ്ങൾ, യോസേഫിൻ്റെ മൂത്ത സഹോദരങ്ങളെല്ലാം ധാന്യം വാങ്ങിക്കുവാൻ വേണ്ടി മിസ്രൈം ദേശത്ത് പോയത്. നേരത്തെ യോസഫ് നഷ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് പോയി പല പ്രാവശ്യം ധാന്യങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്നു. പിന്നെ യാക്കോബിനെയും കൂട്ടി മിസ്രൈം ദേശത്ത് മക്കൾ പാർത്തു. ജോസഫ് അവിടുത്തെ ഫറവോയുടെ, അതായത് രാജാവിൻ്റെ കാര്യവിചാരകന് ആയിരുന്നു. അങ്ങനെ ചെന്നതായ ജനങ്ങൾ മിസ്രൈം ദേശത്ത് പാർത്തു. അങ്ങനെ അവരുടെ ജനവംശ പാരമ്പര്യങ്ങൾ പലത് കടന്നുപോയി, തലമുറകൾ പലത് കടന്നുപോയി ആ മിസ്രൈം ദേശത്ത് അവിടെ നിന്നു. അപ്പോഴാണ് ജോസഫിനെ അറിയാത്തതായ ഫറവോ, ഒരു രാജാവ് വരുന്നു. ഇസ്രായേൽ മക്കൾക്ക് അന്യദേശത്തായിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾക്ക് പല കൂലിപ്പണികളും ചെയ്തു. ചൂടുകട്ട ഉണ്ടാക്കുന്ന ജോലിയാണ് കൊടുത്തത്. കർശനമായ നിയമങ്ങൾ പാലിക്കേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ ഒത്തിരി കർശനമായ നിയമങ്ങൾ പാലിക്കുകയും അവിടെ ജീവിക്കാൻ ഒക്കത്തില്ല എന്നുള്ള വിശേഷം വരുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ ജീവിക്കുവാൻ വളരെ പ്രയാസം തോന്നുന്നതായ ഒരു കാലയളവാണ്. ആ സമയത്താണ് ജനിക്കുന്നതായ ഇസ്രായേൽ ജനങ്ങളുടെ 2 വയസ്സിനുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് ഉള്ള രാജാവിൻ്റെ കൽപ്പന വരുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മോശയുടെ അപ്പൻ അവൻ നദിയിൽ പെട്ടകമുണ്ടാക്കി, ഒരു കൂടുണ്ടാക്കി അതിൽ ഒഴുക്കിവിടാൻ നോക്കിയത്. അങ്ങനെയാണ് ഫറവോൻ്റെ പുത്രി തന്നെ യാദൃശ്ചികമോ അവിടെ കുളിക്കാൻ വരുമ്പോൾ ഈ കുഞ്ഞിനെ കണ്ടിട്ട് എടുത്തുകൊണ്ടുപോയി മോശ അങ്ങനെ രാജകൊട്ടാരത്തിൽ, ഫറവോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെയാണ് വളർന്നതും പഠിച്ചതും എല്ലാം. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഇസ്രായേൽ ജനങ്ങളെ കൂടുതലായിട്ട് മിസ്രൈമിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ മോശയ്ക്ക് ദൈവം അനുഗ്രഹിച്ച് ദൈവം ദർശനം കൊടുത്തിട്ട് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും രക്ഷപ്പെടുത്താനായി മോശ ഉരുപ്പെട്ട് മോശയ്ക്ക് ദൈവം പല കഴിവുകളും ദൈവസിദ്ധികളും കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളെ അവിടെ നിന്നും ഇറക്കി, മിസ്രൈമിൽ നിന്നും ഇറക്കി കനാൻ ദേശത്തേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ വർഷങ്ങൾ പലത് കടന്നുപോയി. യാത്രയിൽ ഇസ്രായേൽ മക്കൾ എപ്പോഴെങ്കിലും
യാത്രയിൽ ഇസ്രായേൽ മക്കൾ എപ്പോഴെങ്കിലും ദൈവഹിതമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ മനസ്സിൽ അവർക്ക് മോശമായി ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ദൈവം അവരെ വീണ്ടും അതേ മരുഭൂമിയിൽ കൂടി തന്നെ നടത്തിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും അവർ 40 വർഷം അവിടെ ചുറ്റിക്കറങ്ങി പോകുമ്പോഴാണ് ഇങ്ങനെ പോയി അവസാനമാണ് നമ്മൾ ഈ പറഞ്ഞതായ സ്ഥലത്ത് ചെല്ലുമ്പോൾ, നെബോ പർവ്വതത്തിൽ ചെല്ലുമ്പോൾ മോശ മരിക്കുന്നത്. മോശയെ ദൈവം തന്നെ പർവ്വതത്തിൽ അടക്കം ചെയ്തു. അതിനുശേഷം ജോഷുവ ലീഡറായിട്ട് അവരെ നയിക്കേണ്ടതിന് ദൈവം യോശുവയെ ബലപ്പെടുത്തുന്നതായിട്ടാണ്. അതായത് കനാൻ ദേശത്ത് നിന്ന് അപ്പോഴത്തേക്ക് കനാൻ ദേശത്ത് അബ്രഹാമിന് കൊടുത്ത സ്ഥലത്ത് പല ആൾക്കാരും മറ്റ് ജാതികളൊക്കെ താമസിക്കാൻ തുടങ്ങി, പല രാജാക്കന്മാർ താമസിക്കാൻ തുടങ്ങി, കാലങ്ങൾ പലത് കടന്നുപോയി. അപ്പോൾ അവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് വേണം അവിടെ ഈ ഇസ്രായേൽ മക്കൾക്ക് കഴിയേണ്ടതെന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെ ദൈവം യോശുവയ്ക്ക് അരുളപ്പാട് കൊടുക്കുകയാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നാം എപ്പോഴും ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. ഹിന്ദിയിൽ ഒരു വാക്കുണ്ട്, ഡറുകയാ മറുകയാ എന്ന് വെച്ചാൽ ഭയപ്പെട്ടു പോയാൽ പിന്നത് മരണത്തിന് തുല്യമായിരിക്കുമെന്നാണ് ആ പഴഞ്ചൊല്ലിൻ്റെ രീതി. അതേപോലെ യോശുവയ്ക്ക് വേണ്ടി ലീഡറായിട്ട് ദൈവം അനുഗ്രഹിച്ച് കൊടുക്കുന്നതായ ഒരു സന്ദർഭമാണ് നമുക്കിവിടെ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അപ്പോൾ ദൈവം കൊടുക്കുമെന്ന് പറഞ്ഞതായ സ്ഥലം യോശുവ തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് വീതിച്ചു കൊടുക്കേണ്ടതിന് എന്നും ദൈവതലസ്ഥനായ മോശ മനസ്സിന് ശേഷം യോശുവയോട് ദൈവം കൽപ്പിച്ചിട്ട് പ്രമാണമൊക്കെയും അനുസരിച്ച് മോശയ്ക്ക് കൊടുത്തതായ കൽപ്പനകളെല്ലാം അനുസരിച്ച് നടക്കണമെന്നാണ് യോശുവയോടും പറയുന്നത്. മോശയ്ക്ക് ദൈവം കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. ആ മോശയ്ക്ക് കൊടുത്തതായ കൽപ്പനകൾ ഇസ്രായേൽ ജനം അംഗീകരിക്കണം, അത് തന്നെ പിടിച്ചുകൊണ്ടുപോകണം, നടക്കണം. ആ കൽപ്പനകൾ മനസ്സിൽ സംഗ്രഹിച്ച് അതിനും പ്രമാണം ജീവിക്കണം എന്നാണ് ദൈവം യോശുവയോടും പറയുന്നത്. അത് ശുഭമായിരിക്കേണ്ടതിന് ആ ന്യായപ്രമാണമെന്നോ ദൈവം കൊടുത്തിട്ടതായ ചട്ടങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ വിട്ടിട്ട് മാറരുത്. ഇസ്രായേൽ ജനങ്ങൾ ഈ ദൈവം കൊടുത്തതായ ന്യായപ്രമാണം എപ്പോഴും ധ്യാനിക്കുക, രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കുമെന്ന് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവമായ യഹോവ കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമായ യഹോവ കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഇവിടെ പറയുന്നതായ ഭാഗം യോശുവയോട് ഉറപ്പും ധൈര്യവും ശക്തിയുമായിട്ടിരിക്കുവാൻ പറയുന്നത് പോലെ മനുഷ്യരോടെല്ലാം ദൈവത്തെ അംഗീകരിച്ച ദൈവമായ യഹോവ കൂടെ ഉള്ളതുകൊണ്ട് മനുഷ്യർക്ക് ഏത് കാര്യം സാധിക്കണമെങ്കിലും ഈശ്വരൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളപ്പോൾ ഉറപ്പും ധൈര്യവും ബലവും ഉള്ളവരായിട്ട് ഇരിക്കുവാൻ കഴിയും. അതുപോലെ നാം വിശ്വാസികൾ നമ്മോട് ഈശ്വരൻ പറയുന്നത് പോലെ, നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഉറപ്പും ധൈര്യമുള്ളവരായി ദൈവത്തെ വിശ്വസിച്ച് അനുസരിച്ച് ദൈവീക ഉദ്ദേശത്തിനും സമയത്തിനുമായി പ്രാർത്ഥനയോടെ നമ്മുടെ ജോലികൾ ചെയ്യുക. ദൈവീക ശക്തിയിൽ നാം പ്രാർത്ഥനയോടെ നാം ചെയ്യുന്നതായ ജോലികൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. പലപ്പോഴും എപ്പോഴും പ്രശ്നങ്ങളാണ്. അതിൽ വിജയം കൈവരിക്കുവാൻ വേണ്ടി നാം ദൈവിക പ്രമാണമുള്ളവരായി, അതായത് ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾ അംഗീകരിച്ചതുപോലെ നാം ദൈവീക വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അതായത് ദൈവീക
ശക്തിയെ നാം പ്രാർത്ഥിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എത്തേണ്ടതായ കാര്യങ്ങൾ, ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ, എത്തേണ്ടിടത്ത് ചെല്ലുവാനും ദൈവം നമ്മളെ, അതിനാണ് ഉറപ്പും ധൈര്യമുള്ളവരായി മുന്നേറുക. നാം ദൈവത്തെ വിശ്വസിക്കുക. ദൈവിക കൃപയും സമാധാനവും നമ്മൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. നാം ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് മുറുകെ പിടിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സാധിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും സാധിക്കുവാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ പൊരുളായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ദൈവിക അടുപ്പവും അനുഗ്രഹവും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നമ്മളെ എല്ലാ രീതിയിലും നമ്മളെ അനുകരിക്കും. ദൈവിക ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ, പ്രവൃത്തികളെ ക്രമപ്പെടുത്തും. നാം ചെയ്യേണ്ടതായ പ്രവൃത്തികൾ ദൈവിക ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുമ്പോൾ ആത്മീയമായി മുന്നേറുകയും ജീവിതം ഫലമുള്ളതായി തീരുകയും ചെയ്യും. നാം ചെയ്യുന്നതായ കാര്യങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാം മുന്നേറിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ മുന്നേറുവാൻ നമുക്ക് സാധിക്കും. ക്രിസ്തീയ ജീവിതം വിശുദ്ധിയിലും നീതിയിലും അടിയുറച്ചതായിരിക്കണം. നമുക്ക് അതിന് വിശുദ്ധിയുള്ളതായ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതം നയിച്ചാൽ നമുക്ക് എല്ലാം അനുഗ്രഹമായി തന്നെ സാധിക്കും. യെശയ്യാവ് 41:10 ഞാൻ ഇങ്ങനെ കാണുന്നു: ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. യെശയ്യാ പ്രവാചകന് ദൈവം അരുളി ചെയ്തതായ വാക്യമാണ്. യെശയ്യാവ് 41:10 ഞാൻ നിന്നോടുകൂടെ, അതായത് മനുഷ്യരോടുകൂടെ ദൈവം ഉള്ളതുകൊണ്ട്, ദൈവിക ശക്തി മനുഷ്യരോടുകൂടെ ഉള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നാം പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 10:28 നാം ഭയപ്പെടരുത് എന്നുള്ളതായ വാക്യത്തെ ഉദ്ധരിച്ച്, ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട, അതായത് മനുഷ്യരെ യാതൊന്നും ഭയപ്പെടേണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനായി തന്നെ ഭയപ്പെടുക. അതായത് മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടത്. നാം ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ദൈവത്തെ തന്നെയാണ് നാം ഭയപ്പെടേണ്ടത്. നാം ഭയപ്പെടാനും ആരാധിക്കാനും യോഗ്യതയുള്ളതായ ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം ഭയപ്പെടേണ്ടത്. നമുക്ക് ആവർത്തന പുസ്തകം 31:6 കഴിഞ്ഞു: ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. നാം ബലമുള്ളവരായിരിക്കണം, നാം ധൈര്യമുള്ളവരായിരിക്കാൻ ദൈവം പറയുന്നതായ വാക്യമാണ്. എഫേസ്യ ലേഖനം 6:10 ഒടുവിൽ കർത്താവിലും അവിടുത്തെ അമിതബലത്തിലും ശക്തിപ്പെടി, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ബലപ്പെടുവീൻ എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അതായത് ദൈവത്തെ വിശ്വസിക്കുകയും നാം ഭയപ്പെടാത്ത ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളെ അനുസരിച്ച് നടക്കുകയും ദൈവത്തിൻ്റെ പുസ്തകങ്ങളെ അനുസരിച്ച് നടക്കുക. അതായത് ഇന്നും ബൈബിളാണ് നാം വിശ്വസിക്കുന്നത്. ബൈബിൾ ഉള്ളത് അനുസരിച്ച് അതിൻ്റെ മെയിൻ പോയിന്റുകൾ, നാം എങ്ങനെ ജീവിക്കണം, ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം, യേശു ക്രിസ്തുവിൻ്റെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിച്ച് യേശു ക്രിസ്തു ജീവിച്ച മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരെ നാം ക്രിസ്ത്യാനികളെന്ന് പറയുകയാണ്. അങ്ങനെ യേശു ക്രിസ്തു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്നവരെ ദൈവം അവരെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും വിടുവിച്ച് അനുഗ്രഹിക്കാൻ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന് ആരാധന സ്വീകരിപ്പാനും, അതായത് മനുഷ്യർ ആരാധിക്കുമ്പോൾ ആ ആരാധനയെ സ്വീകരിക്കുവാനും ദൈവം അതിൻ്റേതായ യോഗ്യതകൾ കൊടുത്തിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കാനും ആ ആരാധനയെ സ്വീകരിക്കുവാനും മനുഷ്യർക്ക് പാപക്ഷമ കൊടുക്കുവാനും ഉള്ള കാര്യങ്ങൾ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് നൽകിയിട്ടുള്ളതായി
വിശുദ്ധ ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. അതായത് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നമ്മുടെ പാപത്തിന് പകരമായി യേശുക്രിസ്തു സ്വയം ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് ആ പാപങ്ങളെല്ലാം സ്വീകരിച്ചിട്ട്, അതായത് മനുഷ്യവംശത്തിൻ്റെ പാപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് താൻ ക്രൂശിൽ മരിച്ചപ്പോൾ, റോമൻ പടയാളികളാൽ കുരിശിൽ മരിച്ചപ്പോൾ, യാഗമായി തീർന്നപ്പോൾ അതിൻ്റെ മനുഷ്യരുടെ പാപം വഹിച്ചുകൊണ്ടാണെന്ന് വിശുദ്ധ ബൈബിൾ വർണ്ണിക്കുകയും നാം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു നമ്മുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ടാണ് കുരിശിൽ മരിച്ചത്. അതായത് നമുക്കിനിയും പാപമില്ല. നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നിയമങ്ങളെ യേശുക്രിസ്തു ജീവിച്ചതുപോലെ നാം അനുഗ്രഹീതമായി ജീവിക്കുവാൻ നമുക്കും പറ്റും. അപ്പോൾ നമുക്ക് പാപം ഇല്ല. നമ്മുടെ പാപം യേശുക്രിസ്തു മോചിച്ചു തന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നതും നാം അത് വിശ്വസിക്കും. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി നാം അംഗീകരിച്ച് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ വഴികളെ നാം പിൻചെല്ലുമ്പോൾ നമുക്ക് രക്ഷ കിട്ടും. അതായത് പാപത്തിൻ്റെ ക്ഷമ കിട്ടും. നാം അനുഗ്രഹീതരായി ഈ ലോകത്തും ജീവിക്കുവാൻ ദൈവം കൃപ തരും. നമ്മുടെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് സർവീശ്വരൻ്റെ അടുത്ത് ചെല്ലും. യേശുക്രിസ്തു ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, നാം യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് അവിടെ യേശുക്രിസ്തുവിൻ്റെ സമീപമുള്ള നാമം ചെല്ലും. അവിടെയും ആരാധനയാണ്. ഇവിടെ യേശുക്രിസ്തുവിനെ ആരാധിക്കുകയാണ്. ഇവിടെ ആരാധിക്കുന്നവർക്ക് മരണശേഷവും അവരവരുടെ ആത്മാവ് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് എത്തി ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് യുഗയുഗാന്തരങ്ങൾ കഴിഞ്ഞുകൂടും എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നതും നാം വിശ്വസിക്കുന്നതും. യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് യുഗയുഗാന്തരങ്ങൾ കഴിയുവാൻ നമ്മെയും നമ്മുടെ മരണത്തിന് ശേഷം, അതായത് നാം ജീവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവനും ആത്മാവും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് നാം യേശുക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. കേട്ടുകൊണ്ടിരുന്നതായ ഈ എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഇതോടെ അറിയിച്ചുകൊള്ളുന്നു.